ഭാര്യക്ക് പീരീഡ്സ് ആയതുകൊണ്ട് തന്നെ അറപ്പോടുകൂടി മാറി നിൽക്കുന്ന ഒരു ഭർത്താവ്. ഇവിടെ ഹീറോയിന്റെ ഭർത്താവ് അവൾക്ക് ഇഷ്ടമില്ലാതെ തന്നെ പല കാര്യങ്ങൾക്കും അവളെ നിർബന്ധിക്കുന്നുണ്ട്. രാവിലെ മുതൽ അടുക്കള ജോലി ചെയ്ത് ക്ഷീണിച്ചാണ് അവൾ വന്നിരിക്കുന്നത്. രാവിലെ എണീറ്റ് വീണ്ടും അവള് അടുക്കളയിലേക്ക് കയറുന്നുണ്ട്. വേസ്റ്റിന്റെ മണം കൊണ്ട് തന്നെ അവൾക്ക് അവിടെ നിൽക്കാൻ തന്നെ അറപ്പാവാണ്. മൂക്ക് പൊത്തിക്കൊണ്ട് ആ ഒരു വേസ്റ്റ് കൊണ്ടുപോയി കൊട്ടിക്കളയുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിലെ മഞ്ജു എന്ന് പറഞ്ഞ കൊച്ച് അവൾക്ക് മാങ്ങയെല്ലാം കൊണ്ടുവന്ന് കൊടുക്കാണ്. ഇപ്പൊ അച്ഛന് വേണ്ടി ചായ തിളപ്പിച്ച് രാവിലേക്കും ഉച്ചകൾക്കും വേണ്ടിയുള്ളതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോഴാണ് സിങ്കിന്റെ പൈപ്പ് പൊട്ടിക്കൊണ്ട് അടുക്കള മുഴുവൻ നല്ല മണ്ണുള്ള വെള്ളം പൊക്കൊണ്ടിരിക്കുന്നത്. അവൾ അവിടെ ഒരു ചാക്കിട്ടതിന് ശേഷം ലീക്കാവുന്ന സ്ഥലത്ത് ഒരു ബക്കറ്റ് വെച്ച് എങ്ങനെയോ മാനേജ് ചെയ്യുന്നുണ്ട്. ഭർത്താവിനെ അവള് വിളിക്കുന്നുണ്ടെങ്കിലും അവനൊന്ന് കേട്ട ഭാവം പോലും ഉണ്ടായിരുന്നില്ല. ഭർത്താവിന് വേണ്ടിയിട്ടുള്ള ചോറെല്ലാം പാക്ക് ചെയ്ത് അവൾ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഈ സമയത്തും ആ ഒരു പൈപ്പ് ലീക്കായ കാര്യം പറയാണ്. പ്ലംബറിനെ വിളിച്ച് പറയാൻ ആളോട് അത് വന്ന് ശരിയാക്കാനായിട്ട് പറയുന്നുണ്ട്. അയാളും അത് സമ്മതിച്ചിട്ടാണ് പോകുന്നത്. ഹീറോയിന്റെ കൂട്ടുകാരിക്ക് ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടെന്നും ഞായറാഴ്ച അതിനുവേണ്ടി അവളോട് വരണമെന്നും പറയുന്നുണ്ട്. അവളും വരാമെന്ന് ഉറപ്പ് നൽകാണ്. അടി തൊട എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൾ അലക്കാനായിട്ട് നിൽക്കാണ്. വാഷിംഗ് മെഷീനിൽ തുണി ഇടാൻ നേരം അമ്മായിയച്ഛൻ വന്ന് പറയുന്നുണ്ട്, വാഷിംഗ് മെഷീനിലൊന്നും തുണി ഇടല്ല മോളെ, എന്റെ ഡ്രസ്സെങ്കിലും ഒന്ന് കല്ലിൽ അലക്കിയിടാൻ. അങ്ങനെ ആ ഒരു അച്ഛന്റെ അണ്ടർവെയർ പോലും അവൾ ആ ഒരു കല്ലിൽ അലക്കിയിടുന്നുണ്ട്. തിരിച്ച് വീട്ടിലെത്തിയ ഭർത്താവിന്റെ അടുത്തേക്ക് അവൾ ഓടി പോകുമ്പോൾ ഭർത്താവ് ആ ഒരു ടിഫിൻ ബോക്സ് അവളുടെ കയ്യിലേക്ക് കൊടുക്കാണ് കഴുകാനുള്ളത്. ഭർത്താവിനോട് പ്ലംബറിന്റെ കാര്യം ചോദിക്കുമ്പോൾ അയാൾക്ക് അത് ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല. നാളെ പറയാന്ന് പറയുന്നുണ്ട്. എന്നാൽ അവളുടെ മുഖം വാടിയോണ്ട് തന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, നാളെ പറയാന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകാണ്. ഭർത്താവിന്റെ ആ ഒരു ടിഫിൻ ബോക്സ് തുറന്നു നോക്കുമ്പോൾ അതുപോലെ അയാൾ കഴുകിയിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് വേസ്റ്റ് എല്ലാം അതിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അതും അളിഞ്ഞു വിളിഞ്ഞോണ്ട് അവൾക്ക് വല്ലാതെ അറപ്പ് തോന്നുന്നുണ്ട്. എന്നാലും വേറെ നിവർത്തിയില്ലല്ലോ. ആ ഒരു പാത്രങ്ങളെല്ലാം കഴുകാണ്. എന്നിട്ട് ഭർത്താവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ കൂട്ടുകാരി ഡാൻസ് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടേക്ക് പോകാമെന്ന് ചോദിക്കുമ്പോൾ അയാൾ ആകെ ഒരു ഞായറാഴ്ച അല്ലേ കിട്ടുന്നുള്ളൂ, അത് നിന്റെ കൂടെ എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യണ്ടേ, പിന്നെ ഒരു ദിവസം പോവാന്ന് അവളോട് പറയുന്നുണ്ട്. അവളും അതിന് സമ്മതിക്കാണ്. തിരിച്ചു വന്ന അവള് വീണ്ടും അടുക്കളപ്പണിയിൽ മുഴുകാണ്. സിങ്കെല്ലാം നിറഞ്ഞു തുളുമ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ലീക്കായ വെള്ളങ്ങളെല്ലാം പൊക്കൊണ്ടേയിരിക്കുകയാണ്. അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തതിനു ശേഷം അവൾ പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് ആ സിങ്കിന്ന് വെള്ളം പോകുന്ന ബക്കറ്റിലെ ആ വെള്ളം കൊണ്ട് കളഞ്ഞില്ല എന്നുള്ള കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത്. അവിടെ ഇട്ടായിരുന്ന ചാക്ക് മാറ്റിക്കൊണ്ട് ആ ഒരു വെള്ളം കൊണ്ടുപോയി അവൾ കളയുന്നുണ്ട്. എന്നിട്ടൊരു നെടുവേർപ്പിടാണ്. കാരണം അത്രയും ജോലികള് രാവിലെ മുതൽ അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു വേസ്റ്റിന്റെ മണം അവൾക്ക് തീരെ സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പല പ്രാവശ്യം അവളുടെ കൈ അവൾ കഴുകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് ഭർത്താവിന് കോഫി ഇട്ട് കൊടുക്കുമ്പോൾ ഇന്നെന്താ പ്രത്യേകിച്ച് വേഗം പോയി കുളിച്ചതെന്ന് ഭർത്താവ് ചോദിക്കുന്നുണ്ട്. അവൾക്ക് പീരീഡ്സ് ആണെന്നും ഒരു പാഡ് വേണമെന്നും പറയാണ്. പീരീഡ് സമയത്ത് ആരെങ്കിലും അടുക്കളയിൽ കയറോ, എന്റെ വീട്ടിൽ നിന്ന് ഇതൊന്നും പറഞ്ഞു തന്നില്ലേ, അങ്ങോട്ട് മാറി നിൽക്കെന്ന് പറഞ്ഞ് ഭർത്താവ് അവിടെ നിന്ന് പോകാണ്. ആ സമയത്ത് അവള് പാഡ് വാങ്ങിക്കൊണ്ട് വരാൻ പറയുന്നുണ്ട്. അയാളും ശരിയെന്ന് പറഞ്ഞ് മുഖം തിരിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അറിയാനായിട്ട് ഈ മൂവിയുടെ ഫുൾ പാർട്ട് കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.